സോളാർ സമരവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്തുന്നു. വിഷയത്തിൽ പ്രതികരണവുമായി NK പ്രേമചന്ദ്രനും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും രംഗത്തെത്തി. സമരത്തിന് രാഷ്ട്രീയ നേട്ടമുണ്ടായിട്ടുണ്ടെന്ന് പ്രേമചന്ദ്രൻ, അതേസമയം CPM ആണ് വിശദീകരിക്കേണ്ടതെന്ന് തിരുവഞ്ചൂരും പ്രതികരിച്ചു. 2013 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ UDF സർക്കാരിനെ പിടിച്ചുലച്ച സോളാർ വിവാദം സജീവ ചർച്ചയാവുകയാണ്. സമരം അവസാനിപ്പിക്കുന്നതിനായി ഇടനില ചർച്ചകളിൽ ഒന്നും താൻ ഭാഗമായിട്ടില്ലെന്നാണ് NK പ്രേമചന്ദ്രൻ MPയുടെ പ്രതികരണം. ജോൺ മുണ്ടക്കയത്തിന്റെ വെളിപ്പെടുത്തലും NK പ്രേമചന്ദ്രൻ നിഷേധിച്ചു. അത് പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ്. ഇടതു ജനാധിപത്യ മുന്നണിയുടെ യോഗം അങ്ങനെ എന്നെ ചുമതലപ്പെടുത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള UDF നേതൃത്വവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരിടപെടൽ നടത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അന്ന് ആ സമരം അവസാനിക്കുന്നു എന്ന് ഞാൻ അറിയുന്നത് തന്നെ സെക്രട്ടേറിയറ്റ് നടയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ്. എന്നാൽ ഒത്തുതീർപ്പ് നടന്നുവെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ചെറിയാൻ ഫിലിപ്പും. സമരം തുടങ്ങുന്നതിന്റെ തലേ ദിവസമാണ് താനും ബ്രിട്ടാസും തിരുവഞ്ചൂരിനെ കണ്ടതെന്നാണ് ചെറിയാൻ ഫിലിപ്പിന്റെ വാദം. എന്നാൽ മുഖാമുഖം കണ്ടില്ലെന്നും ആശയവിനിമയം നടന്നിരിക്കാമെന്നും തിരുവഞ്ചൂരും പറയുന്നു. ഒത്തുതീർപ്പ് നടന്നെന്ന വെളിപ്പെടുത്തൽ ഇരുവരും ആവർത്തിക്കുന്നത് ഇടത് വലത് മുന്നണികൾക്ക് ഒരുപോലെ പ്രഹരമാവുകയാണ്. സോളാർ കേസിൽ ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ട് ഇടതുപക്ഷം സമരം നടത്തിയപ്പോൾ ഈ ആഗ്രഹം കോൺഗ്രസിലും പലർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സമരം കൊടുമ്പിരി കൊണ്ടപ്പോഴും ഐ ഗ്രൂപ്പിലെ പ്രധാന നേതാക്കൾ വലിയ പിന്തുണ ഉമ്മൻചാണ്ടിക്ക് നൽകിയിരുന്നില്ല. ഒടുവിൽ സെക്രട്ടേറിയറ്റ് വളഞ്ഞ് ഇടതുമുന്നണി സമരം നടത്തിയപ്പോൾ ഉമ്മൻചാണ്ടി രാജിവെക്കുമെന്ന് മിക്കവരും പ്രതീക്ഷിച്ചു. ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാണെന്ന് ഉമ്മൻചാണ്ടി ആവർത്തിച്ചെങ്കിലും ഇടതുപക്ഷം വഴങ്ങിയില്ല. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചാണ് ഒടുവിൽ സമരം പിൻവലിച്ചത്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ പ്രധാന നേതാക്കൾ പോലും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ സമരം പിൻവലിച്ചതിന് പിന്നിലെ ഒത്തുതീർപ്പിന്റെ കഥകൾ പുറത്തു വരുമ്പോൾ CPM അണികൾ പോലും ഞെട്ടിയിരിക്കുകയാണ്. കോൺഗ്രസിലും ഇതുണ്ടാക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. ജനം, തിരുവനന്തപുരം.